ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ തെളിവുകളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കിട്ടിയ വിവരങ്ങൾ വെച്ച് ഇപ്പോൾ അവിടെ അന്നുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അവർ പലതും പുറത്തു പറയുന്നില്ലെങ്കിലും വളരെ രഹസ്യമായി ഓരോ ദിവസവും ഇങ്ങനെ പല ഇൻഫർമേഷനുകളും നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ തെളിവുകളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, അന്ന് ആ ബോഡി, സിദ്ധാർത്ഥൻ്റെ ബോഡി അവിടെ നിന്ന് അഴിച്ചു മാറ്റിയത് ഈ ഡീനാണെന്നാണ് പറയുന്നത്. മാത്രമല്ല, അവിടുത്തെ ഫിസിക്കൽ ഇൻസ്ട്രക്ടർ കാന്തദാസൻ അയാളാണ് പറഞ്ഞത് ഈ സംഭവങ്ങളൊന്നും പുറത്തറിയരുത്, ആരെങ്കിലും പുറത്ത് പറഞ്ഞാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന്. ഈ SFI പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടവർ അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിച്ചതും ഈ കാന്തദാസൻ ആണ്, ഫിസിക്കൽ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ ഈ വിവരം പോലീസിൽ അറിയിച്ച് പോലീസ് വന്നാണല്ലോ ഇതൊക്കെ ചെയ്യേണ്ടത്, അല്ലേ? ഈ പരിശോധന നടത്തേണ്ടതും. അല്ലാതെ ഈ നമ്മുടെ ഡീനിന് അതിനുള്ള അധികാരമോ അവകാശമോ ഇല്ല. അപ്പോൾ അവിടെ തന്നെ തുടങ്ങുകയാണ്. മാത്രമല്ല, കൃത്യമായി ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്തും എല്ലാം അവിടെ SFI നേതാക്കന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഈ SFIയുടെ യൂണിറ്റ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, കോളേജ് യൂണിയൻ ചെയർമാൻ, അതുമാത്രമല്ല ഈ SI മണി എന്നാണ് അയാളുടെ പേര്. ഈ മണി നമ്മുടെ സിദ്ധാർത്ഥൻ്റെ ബന്ധുക്കളോട് പറഞ്ഞത്, ഇതിൽ നിങ്ങൾ ഒന്നും സംശയിക്കേണ്ടതില്ല, അസ്വാഭാവികമായി ഒന്നുമില്ല, ഇതൊരു ആത്മഹത്യയാണ്. അപ്പോൾ ഈ കഴുത്തിൻ്റെ പിറകിലും ശരീരത്തിലൊക്കെയുള്ള ചില മുറിവുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഈ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് എന്ന രീതി വളരെ ലാഘവത്തോടെയാണ് ഈ കേസ് കൈകാര്യം ചെയ്തത്. അപ്പോൾ അവിടെ തന്നെ ഇദ്ദേഹത്തിന്, നമ്മുടെ ഷിബുവിനും അതുപോലെ ഇവിടെ നെടുമങ്ങാട് നിന്ന് പോയവർക്കും ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്താണ് മനസ്സിലാവുന്നത് ഇവരാണല്ലോ അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഈ ഇൻക്വസ്റ്റ് നടക്കുന്ന സമയത്ത്, പോസ്റ്റ്മോർട്ടം നടന്ന സമയത്തും ഒക്കെ അവിടെ ഉണ്ടായിരുന്ന ഇവരൊക്കെ തന്നെയാണ്. ഈ കൊന്നവർ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പരസ്പരം ചർച്ച ചെയ്യുന്നതും SIയുമായിട്ട് ആശയവിനിമയം നടത്തുന്നതൊക്കെ. അപ്പോൾ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇല്ല, ഞാനത് വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. 3 ദിവസം ഭീകരമായി മർദ്ദിച്ച് അവശനായ കുട്ടിയാണ്. അതിൻ്റെ മുറിയിൽ പൂട്ടിയിട്ടു 3 ദിവസം മർദ്ദിച്ചിട്ട് പൂട്ടിയിടുകയാണ്. അതൊക്കെ നമുക്കതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കാരണം ഒരു തുള്ളി വെള്ളം പോലും ആയ കുട്ടിയുടെ വയറ്റിലില്ല, ഫുഡില്ല. അപ്പോൾ അത് റോൺഫുൾ കൺഫൈൻമെൻറ്റ് അവിടെ വന്നു കഴിഞ്ഞു. ഈ ഡീനും അതുപോലെ ഈ ഫിസിക്കൽ ഡയറക്ടറും ഹോസ്റ്റൽ വാർഡനും അവിടെയുള്ള ചില സംഘടനയിലെ ഭാരവാഹികളും ഇതിനകത്ത് 306ൻ്റെ കുറ്റം ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിന് ഞാൻ സംശയമില്ല. പക്ഷേ ഞാൻ കാണുന്നത് ഇതൊരു 302ആണ്. ഈ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. മൃതപ്രായനായി കിടക്കുന്നവനെ തൂക്കിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതൊരു സ്ട്രാങ്കുലേഷൻ മാർക്കുണ്ടാവും, അതൊരു സൂയിസൈഡിൻ്റെ ലക്ഷണം കാണിക്കും. കാരണം ഇത്രയും ഫിസിക്കൽ അസാൾട്ട് ദേഹത്തുള്ള ഒരാളെ എഴുന്നേറ്റ് നിന്ന് തൂങ്ങാൻ പറ്റുമോ ഇല്ലെന്നുള്ളത് അതൊരു മെഡിക്കൽ ഫോറൻസിക്കിൻ്റെ ഒരു ടീം പരിശോധിക്കണം ഇനി. കാരണം ആ പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ റിപ്പോർട്ടിനകത്തുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇനി പരിശോധിക്കാൻ വേറൊരു ടീം വേണം. ഇത് എക്കോ വരുന്നുണ്ട് കേട്ടോ. ഏത് തന്നെയല്ല, ഈ അന്വേഷണം DYSPയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം. കാരണം 3 ദിവസം ഈ കുട്ടിയെ ഭീകരമായിട്ട് മർദ്ദിക്കുന്ന വിവരം എന്തുകൊണ്ട് DYSP അറിഞ്ഞില്ല? അപ്പോൾ അതുകൊണ്ട് അന്വേഷണം സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിന് കൊടുക്കണം, ജില്ലാ ക്രൈം ബ്രാഞ്ച് അല്ല. എത്രയും പെട്ടെന്ന് സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് DGP ഇത് കൊടുക്കണം. മുഖ്യമന്ത്രി ഏതായാലും ഇതിനകത്ത് ശക്തമായ നടപടി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം അത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് SFI അവരുടെ റോള് കൃത്യമാണ്. 3 ദിവസം ഇല്ലീഗലായിട്ട് ഡീറ്റെയിൻ ചെയ്ത കൊച്ചിനെ മർദ്ദിച്ച് അന്ന് നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയതാണ്. അതിൻ്റെ കഴുത്തിൻ്റെ പിന്നിലൊരു മുറിവുണ്ട്. ഇതിനകത്ത് സ്ട്രാങ്കുലേഷൻ മാർക്കുണ്ടാകാം, അതുകൊണ്ടായിരിക്കാം പോസ്റ്റ്മോർട്ടത്തിൽ സൂയിസൈഡ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഡോക്ടറെ അടുത്ത് ചോദിക്കണം, ഈ കുട്ടിക്ക് ഇത്രയും പരിക്കുള്ള അവശനായ ആഹാരം കഴിക്കാതിരിക്കുന്ന ഒരാൾക്ക് ആ ബാത്റൂമിൽ തൂങ്ങാൻ പറ്റുമോ? ഇത് കെട്ടിത്തൂക്കിയത് തന്നെയെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആ ഡീനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്. അയാളാണ് തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നത്. അയാൾ രാഷ്ട്രീയം കളിക്കുകയാണ്. അവിടുത്തെ PD അത് തന്നെ.
അവിടുത്തെ കുട്ടികൾ പലരും, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പലരും രഹസ്യമായിട്ട് ഇതെല്ലാം പുറത്തോട്ട് വരുന്നുണ്ട്. ആ ഹോസ്റ്റലിൻ്റെ മുമ്പിൽ 130ഓളം കുട്ടികൾ നിരന്ന് നിൽക്കുമ്പം ഇതിനെ അൺഡ്രസ് ചെയ്ത്, ഈ കൊച്ചിനെ അൺഡ്രസ് ചെയ്ത് കിടത്തി മർദ്ദിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നിട്ട് അവിടുത്തെ ഡീന് എവിടെയായിരുന്നു? അയാൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു? ട്രേഡ് യൂണിയനിലുള്ളവർ എവിടെയായിരുന്നു? ആരും ഇടപെടുന്നില്ല. ഭയം ആയിരിക്കാം. അങ്ങനെയുള്ളവരല്ല ഈ ക്യാമ്പസിലെ ഈ ഡീൻ ആകേണ്ടവർ. അവരെന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല? ഇവരെവിടായിരുന്നു? 110 ഏക്കർ അതിന് വിസ്തൃതി ഉണ്ട്. ഇങ്ങനെ ഒരു സംഭവം അവരുടെ അൺകൺട്രോളായിട്ട് നീങ്ങുമ്പോൾ അത് പോലീസിനെ അറിയിക്കാൻ ബാധ്യസ്ഥനാണ് ഡീനും അവിടുത്തെ ഫിസിക്കൽ ഡയറക്ടറും. അവർ രാഷ്ട്രീയം കളിച്ചു ഇതിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ എവിഡൻസ് നശിക്കുന്നതിന് മുമ്പ് ഈ കേസിൻ്റെ അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്ന് സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിലേക്ക് പോകണം. ഇതിനകത്ത് ഇവർ പക്ക ക്രിമിനൽസായ SFI ആൾക്കാരാണ് ഇതിനകത്ത് ചെയ്തത്. അതിനകത്ത് A1 ഒരാളുണ്ട്, അയാൾ പാലക്കാട്ട് നിന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് 28 വയസ്സുള്ള ആളാണ്. ബാക്കിയുള്ളവർക്കൊക്കെ 20-21 വയസ്സ് ഉള്ള കുട്ടികളാണ്. 28 വയസ്സുള്ള ആൾ, അയാൾ PhDക്ക് റിസർച്ച് ചെയ്യണം. അയാളാണ് A1. എവിടെയാണ് ഈ നേതാക്കന്മാരുടെ ഉത്തരവാദിത്തം? SFIയുടെ നേതാക്കന്മാരുടെ ഉത്തരവാദിത്തം. അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവർ നല്ല കുട്ടികളാണെങ്കിൽ, നല്ലതായിട്ട് വളർന്നു വന്ന SFI നേതാക്കന്മാരാണെങ്കിൽ അത് തടയും, ആ പ്രശ്നം തീരും. ഇപ്പം പുതിയ പുതിയ ആരോപണങ്ങൾ പലതും ഈ കുട്ടിയുടെ പേരിൽ കൊണ്ടിരുന്ന അതിനൊരു പ്രസക്തിയില്ല. കാരണം അതുകൊണ്ട് അവരെ കൊല്ലാൻ പറ്റുമോ നമുക്ക്? അതുകൊണ്ടാണോ കൊന്നത്? അങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്ന അല്പത്തോ എന്നേ പറയാനൊക്കെ ഉള്ളൂ. ഇതിനകത്ത് കൃത്യമായി ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഈ 18 പേർക്കും വാങ്ങിച്ചു കൊടുക്കണം. ഇനി ഒരു 7 പേരൂടെ വരുന്നുണ്ട്. 25 പേര് ഇതിനകത്ത് പ്രതികളായിട്ടുണ്ടെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. അവിടുത്തെ ഒരു SIയുടെ ഒരു അഭിപ്രായം ഒന്നും നമ്മൾ സ്വീകരിക്കേണ്ട. വെറ്ററന്മാരായ ഇൻവെസ്റ്റിഗേഷൻ ഉള്ളവർ ഇത് നടത്തണം. അതാണ് ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനകത്ത് മുഖം നോക്കാതെ നീതി നടപ്പാക്കണം. അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ അത് തന്നെ വാങ്ങിച്ചു കൊടുക്കണം. അവരൊക്കെ 28 വയസ്സുള്ളവർ, 23-24 വയസ്സുള്ള. നിർഭയ കേസിനകത്ത് നമ്മൾ കണ്ടല്ലോ, 21-22 വയസ്സുള്ളവരെ തൂക്കിക്കൊന്നില്ലേ ഇന്ത്യയിൽ? അവർ കുട്ടികളാണോ? 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും മേജറായില്ലേ? ഇത് ക്യാമ്പസ് രാഷ്ട്രീയത്തിനകത്ത് കേരളത്തിലെ എത്രയോ കുട്ടികൾ മരിച്ചിരിക്കുന്നു. എത്ര സ്ഥലത്ത് കുട്ടികളെ കയ്യും കാലും ഒടിഞ്ഞിരിക്കുന്നു. എത്ര പെൺകുട്ടികൾ പഠനം നിർത്തിപ്പോയിരിക്കുന്നു. ഇത് ഭീഷണിയാണ്. രാഷ്ട്രീയം വളർത്തുന്നത് അങ്ങനെയാണ്. അതിനോടൊട്ടും യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ വിഷമിക്കണ്ട. കാരണം നമുക്ക് ഈ ക്യാമ്പസ് രാഷ്ട്രീയം നിർത്തണം. കാരണം 2 തലമുറ ഇത് നശിച്ചുപോയി. ഇപ്പോഴത്തെ കുട്ടികളുടെ അപ്പന്മാരും ക്യാമ്പസിൽ നിന്ന് വന്നവരാണ്. അവർ ഇതേപോലെ രാഷ്ട്രീയം കളിച്ച് വന്നവരാണ്. ഈ കുട്ടി മരിച്ചിട്ട് അത് ന്യായീകരിക്കുന്ന പല CPI അനുഭാവികളെ ഞാൻ കണ്ടു. ആ കുട്ടി എന്ത് കുറ്റം ചെയ്താലും തല്ലിക്കൊല്ലാമോ? ഇതുപോലെ നമുക്ക് എല്ലാവരും കൂടി ആൾക്കൂട്ട കൊലപാതകം നടത്താമോ ഇന്ത്യയിൽ? പുതിയ നിയമം വരുന്നുണ്ട് ജൂലൈയിൽ. പുതിയ നിയമം IPC, CRPC ഒക്കെ ജൂലൈ മാസം വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആൾക്കൂട്ട കൊലപാതകത്തിന് ക്യാപിറ്റൽ തൂക്കിക്കൊലയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പേര് ഒന്നിച്ച് ഒരാളെ കൊന്നാൽ തൂക്കിക്കൊല തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയമായി അത് തേച്ചു മാറ്റി കഴിയാൻ പറ്റില്ല. ഇതിനകത്ത് ഈ കുട്ടികളെല്ലാം, ഇതിനകത്ത് തല്ലിക്കൊല്ലാൻ കൂടിയ കുട്ടികളെല്ലാവരും അവിടുത്തെ സാറുമാരും ഇതിനകത്ത് തീർച്ചയായിട്ടും പ്രതികളാകണം. അങ്ങനെ ഒരു അന്വേഷണമാണ് വേണ്ടത്. പ്രാഥമികമായ നമ്മുടെ നിഗമനം അത് തന്നെ. യുവരാജ്, അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഈ വിദ്യാർത്ഥികൾ മാത്രമല്ല പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടവർ. ഡീൻ കഴിഞ്ഞ 2 ഡിബേറ്റുകളിലും ഞാൻ ഇക്കാര്യം പറയുകയുണ്ടായി. ഡീനാണ് മുഖ്യപ്രതി. കാരണം അദ്ദേഹമാണ് ഇതെല്ലാം ഇവരെ സഹായിച്ചത് തെളിവുകൾ നശിപ്പിക്കാനും. അതുപോലെ ഇതൊന്നും പുറത്തു വരരുത്, ഇതെല്ലാം രഹസ്യമായിരിക്കണം. അതുകൊണ്ടാണല്ലോ 18-ാം തീയതി നടന്ന ഈ സംഭവം എപ്പോഴാണ് പുറത്തു വരുന്നത്? നോക്കൂ, ഞങ്ങളാണ് ആദ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഷിബുവിനറിയാം നന്നായിട്ട്. ഞങ്ങളാണ് ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഒരാളും അറിയാതെ പോകുമായിരുന്നു. ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഡീനിനെ നോക്കൂ. കഴിഞ്ഞ ദിവസം ചിഞ്ചു റാണി മന്ത്രി, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അവരുടെ വീട്ടിൽ പോയി. ഷിബു ചോദിച്ചു അതാണ്, എന്തുകൊണ്ട് ഡീനിനെ ഇപ്പോഴും ആ സ്ഥാനത്ത് ഇരുത്തുന്നു എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഈ VC വന്നു, വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ വന്നു. വൈസ് ചാൻസലറോട് ഇവർ ചോദിച്ചു, ഇന്നും ഡീൻ ആ പദവിയിലിരിക്കുകയാണ്. ആ പദവിയിൽ ഇരുത്തണമെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള നല്ല പിൻബലം ഉണ്ട് എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത് യുവരാജ്? ഇതിനകത്ത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അവരിൽ മാത്രമൊന്നുമല്ല ഇത് നിൽക്കേണ്ടത്. ആദ്യം ചോദ്യം ചെയ്യേണ്ടത് ഈ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടിയാണ്. ഇവിടുന്ന് തുടങ്ങണം. ആര് പറഞ്ഞിട്ട് ഈ പരാതി കൊടുത്തു എന്നുള്ള കാര്യം. കാരണം
ഈ 18-ാം തീയതി ഈ പയ്യൻ മരിക്കുമ്പോൾ 3 ദിവസമായിട്ട് ആ പയ്യൻ്റെ വയറ്റിൽ ഭക്ഷണമില്ലായിരുന്നു എന്നും ആ പയ്യൻ്റെ ദേഹത്തുള്ള മുറിവുകൾക്ക് 3 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇനി ഇങ്ങനൊരു പരാതി കൊടുക്കാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് അതിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് 15-ാം തീയതിക്ക് മുൻപ്, അതായത് ഫെബ്രുവരി 14-ാം തീയതിയെങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അന്ന് പരാതി കൊടുക്കുന്നില്ല, 15-ന് കൊടുക്കുന്നില്ല, 16-ന് കൊടുക്കുന്നില്ല, 17-ന് കൊടുക്കുന്നില്ല. 18-ാം തീയതി മരണശേഷം മാത്രം ഇങ്ങനെ ഒരു പരാതി കൊണ്ട് കൊടുക്കുകയാണ്. അതിന് 19-ാം തീയതിയാണ് ഇവരിത് ഫയൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഫയൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പ്രീവിയസ് ഡേറ്റിലിട്ട് ഫയൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുണ്ടായ ഒരു പ്രശ്നം മാത്രമാണ് ഈ 18-ാം തീയതിയിലേക്ക് പരാതി വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവർ 15-ാം തീയതിയോ 16-ാം തീയതിയോ ഡേറ്റ് മാറ്റിയിട്ട് കൊടുത്തേനെ. കൃത്യമായ ഗൂഢാലോചനയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. 19-ാം തീയതിയാണ് ഇവർക്കത് ഫയൽ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 18-ാം തീയതി പരാതി ലഭിച്ചു, പക്ഷേ 19-ാം തീയതിയാണ് ഫയൽ ചെയ്തു എന്നുള്ളത്. കൃത്യമായ ഗൂഢാലോചനയാണ് വന്നിരിക്കുന്നത്. ഒരു പയ്യനെ അവിടെ ഇട്ട് തല്ലിക്കൊന്നിട്ട്, ഭക്ഷണം കൊടുക്കാതെ തല്ലിക്കൊന്നിട്ട്, അയാളുടെ ആത്മാഭിമാനം മുഴുവൻ 10-200 കുട്ടികളുടെ മുമ്പിൽ പണയം വയ്ക്കുന്ന പോലുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചിട്ട് ഇവരെല്ലാവരും കൂടി ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് കുറച്ച് നേരത്തെ ഷാജഹാൻ സാറ് പറഞ്ഞതുപോലെ തന്നെ ആ മൃതദേഹത്തെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഇവരെല്ലാവരും കൂടി ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗവർണർ ഇവരെ എല്ലാവരെയും ക്രിമിനൽസ് എന്ന് വിളിച്ചത് അന്വർത്ഥമായിട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ആ പെൺകുട്ടിയോടാണ്, ഈ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടിയോടാണ്. ഒരു പയ്യൻ മരിച്ചു. ആ പയ്യൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീര് തോർന്നിട്ടില്ല. അവർ പറ്റാവുന്നത് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി പോരാടുകയാണ് ആ മരിച്ചുപോയ പയ്യന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. 18-ാം തീയതി ഈ പയ്യൻ മരിച്ചിട്ടും ഒരാഴ്ചയോളം ഈ സംഗതി പുറത്തു വരാതെ ഇരുന്നു. പ്രതികളെ പ്രോപ്പറായിട്ട് അറസ്റ്റ് ചെയ്യാതെ ഇരുന്നു. 1-ാം പ്രതി, 2-ാം പ്രതി, 3-ാം പ്രതി, അവിടുത്തെ SFI യൂണിയൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഇന്നലെ മാത്രമാണ് അറസ്റ്റാവുന്നത്. ഇന്നലെയും ഇന്നും ഒക്കെ മാത്രമായിട്ടാണ് അറസ്റ്റിലാവുന്നത്. 10-11 ദിവസമായിട്ട് കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അത്രയും വലിയ അനാസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ അനാസ്ഥ വരുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. കൃത്യമായിട്ടും അധികാര കേന്ദ്രങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോളേജിൻ്റെ ഇത്രയും അധികാരികളും 10-200 കുട്ടികളും, അല്ലെങ്കിൽ അവിടെ എത്രയോ കുട്ടികൾ, ഹോസ്റ്റലിൽ മാത്രമല്ല 100-150, അവിടെ 100 കണക്കിന് കുട്ടികൾ അവിടെ ഉണ്ടാവും. അവിടെ ഹോസ്റ്റലിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒക്കെ ഇപ്പോൾ അത് അഡ്മിന് മാത്രമേ അതിൽ എന്തെങ്കിലും പറഞ്ഞു വരുന്നത് ഇവരാരെയാണ് ഭയക്കുന്നത്, ഇവരെന്തിനെയാണ് ഭയക്കുന്നത്? കേരളത്തിൽ നമുക്കറിയാലോ അങ്ങനെ ഭയക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ഒരു സംവിധാനവും ഇവിടെ ഇല്ല. കേരളത്തിൽ ഇവർ ഭയക്കുന്നുണ്ടെങ്കിൽ, ഒരു ക്യാമ്പസിനകത്ത് ഇവർ ഭയക്കുന്നുണ്ടെങ്കിൽ, കുറച്ച് നേരത്തെ ജിഷ്ണു പറയുന്നുണ്ടായിരുന്നു 4 SFIക്കാരെ മാത്രമല്ലേ, 4 പേര് മാത്രമല്ലേ SFIക്കാരുള്ളൂ, വേറെ ഉണ്ടല്ലോ എന്ന്. ഈ മരിച്ചുപോയ പയ്യനുണ്ടല്ലോ സിദ്ധാർത്ഥ്, അവൻ്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞിരിക്കുന്ന സംഗതിയുണ്ട്. എന്താണ്? അവൻ തന്നെ പറഞ്ഞതാണ്. എന്താണ്? അവിടെ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രവർത്തിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ SFI ആവുക എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷനും ആരുടെയും മുമ്പിലില്ലായിരുന്നു. നമുക്കറിയാമല്ലോ, ഒരു പരിപാടി നടക്കുന്ന സമയത്ത് SFI മാത്രമുള്ള ക്യാമ്പസുകളിൽ പിള്ളേരെ ഭീഷണിപ്പെടുത്തി പിടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ എവിടെയെങ്കിലും നിർക്കും. എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇവർ SFIക്കാരാണെന്ന് പറയും. ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഇവർ നേരെ പോയിട്ട് ഫ്ലക്സ് അടിച്ച് അവിടെ കൊണ്ടുവയ്ക്കുന്നത്. ഇത് എന്ത് തരം സംഘടനയാണ്, എന്ത് തരം പ്രവൃത്തിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ പരാതി കൊടുത്ത കുട്ടിയുണ്ടല്ലോ, സ്വന്തം മനസാക്ഷിയോട് കിടന്നിട്ട് ഉറക്കം വരുമോ എന്ന് എനിക്കറിയില്ല, ഭക്ഷണം കഴിച്ചാൽ തനിക്ക് ഇറങ്ങുമോ എന്ന് എനിക്കറിയില്ല. കാരണം മരിച്ചുപോയ ഒരു പയ്യനെ ഇത്രയും അപഹാസ്യനാക്കി നിർത്തുവാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പരാതി ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക, അതായത് ആ പയ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സംഘടനാപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ കേരളീയ പൊതുസമൂഹം താനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് കാണുക, എന്ത് കണ്ണോടുകൂടിയാണ് കാണുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാകണം. വേറെ ദുഷിച്ച കണ്ണോടുകൂടി ഒന്നും കാണുന്നുണ്ടാവില്ല, പക്ഷെ സഹതാപം തോന്നുന്നുണ്ടാവും, തീർത്തും സഹതാപം. കാരണം ഒരു മനുഷ്യനായിട്ട് ജനിച്ചിട്ട്, ഒരു മനുഷ്യകുലത്തിൽ ജനിച്ചിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം. ഇത് ആ കുട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, അവിടെയുള്ള ഡീനിൻ്റെ കാര്യത്തിൽ, അവിടെയുള്ള അധ്യാപകരുടെ കാര്യത്തിൽ, അവിടെയുള്ള മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഓരോരുത്തരോടും പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങൾക്കൊരല്പം മനസാക്ഷി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം ഒരു ആഭാസത്തിന് കൂട്ടി നിൽക്കരുതായിരുന്നു. നിങ്ങൾ ഓക്കെ ശരി, ആ പയ്യനെ കൊന്നു, ആ പയ്യന്റെ കൊലപാതകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂട്ടുനിന്ന് കൊടുത്തു ഒരു കൂട്ടരുടെ കൂടെ. നിങ്ങളുടെ നിവൃത്തികേടായിരിക്കും, അധികാരത്തിലിരിക്കുന്നവരോടുള്ള ഭയമായിരിക്കും, മറ്റു പല വിഷയങ്ങളുമായിരിക്കും, നിങ്ങളെ ഉപദ്രവിക്കുമെന്നുള്ള ഭയമായിരിക്കും, എല്ലാമായിരിക്കും. പക്ഷേ ഇത്തരം ഒരു കാര്യത്തിന് നിങ്ങൾ ഒരിക്കലും നിന്നു കൊടുക്കരുതായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. കേരള പോലീസ് അന്വേഷിച്ചാൽ ഈ കേസ് എവിടെയും എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കേരള പോലീസിന്റെ കഴിവില്ലായ്മ കൊണ്ടൊന്നുമല്ല. കേരള പോലീസ് ഇന്ത്യയിലെ ഏറ്റവും
പ്രൊഫഷണൽ ആയിട്ടുള്ള പോലീസ് സേനകളിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് കേരള പോലീസ് നല്ല കഴിവുള്ളവർ തന്നെയാണ്. പക്ഷേ ഈ കേസ് എങ്ങും എത്തില്ല. അതിന്റെ ഉദാഹരണം, പ്രത്യക്ഷമായ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. വടക്കാഞ്ചേരിയിൽ ഒരു 6 വയസ്സുകാരി, ആ 6 വയസ്സുകാരിയെ കെട്ടിത്തൂക്കി കൊന്നിട്ട് ആ പ്രതി ഡിവൈഎഫ്ഐക്കാരനായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയത് നമ്മളെല്ലാവരും നിസ്സഹായരായി നമ്മൾ കണ്ടതാണ്. വടക്കാഞ്ചേരിയല്ല, വണ്ടിപ്പെരിയാറില്ലേ, നമ്മളെല്ലാവരും നിസ്സഹായരായി കണ്ടുവന്നതാണ്. ആ കോടതി ജഡ്ജ്മെന്റ് എഴുതിയിരിക്കുന്നതിൽ ഏറ്റവും അവസാനം 7-8 പോയിന്റ് എഴുതിയിട്ട് എങ്ങനെ ഈ കേസ് കേരള പോലീസ് തോറ്റുകൊടുത്തു എന്ന് നിസ്സഹായമായിട്ട് ആ ജഡ്ജിക്ക് എഴുതി വെക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ തരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വിദ്യാർത്ഥി സംഘടന, ഇവിടെ ഒരു ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന യുവജന സംഘടന, അതിനു മുകളിൽ ഒരു വലിയ ഗുണ്ടാ സംഘം, ഈ തരത്തിലൊരു ക്രൊണോളജിക്കൽ ഓർഡറിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ചങ്ങലക്കിട്ട് നിർത്തിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവില്ല. യെസ് ജിഷ്ണു, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ജിഷ്ണുവിനോട് ചോദിക്കാനുള്ള ചോദിച്ചോളൂ. ശരി സാർ. സാർ, ഞാൻ ഇപ്പൊ എനിക്ക് ഉന്നയിക്കേണ്ട ഒരു പ്രധാന ചോദ്യം, ഈ 18-ാം തീയതി നടന്ന കൊലപാതകം, സിദ്ധാർത്ഥന്റെ കൊലപാതകം, അതിന് ആധാരമായിട്ടുള്ള സംഭവം നടന്നത് 14-ാം തീയതി. 14-ാം തീയതി നടന്ന വാലന്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട സംഭവത്തിന് 18-ാം തീയതി സിദ്ധാർത്ഥനെ കൊല്ലുന്നു. ഇത്രയും ദിവസത്തെ ഗ്യാപ്പ്, 18-ാം തീയതി മരണത്തിന് ശേഷം SFI ആ പെൺകുട്ടി, ഏതോ ഒരു പെൺകുട്ടിയുടെ നിന്ന് പരാതി എഴുതി വാങ്ങി കയ്യിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു, മരിച്ചത് കൊണ്ട് മാത്രം. ഈ 18-ാം തീയതി വാങ്ങിയ പരാതി ഇപ്പൊ എനിക്ക് അറിയാൻ കഴിഞ്ഞത് 19-ാം തീയതി രജിസ്റ്റർ ചെയ്തത്. അപ്പൊ ഞായറാഴ്ചയാണ് 18-ാം തീയതി. എവിടെ ചെന്ന് ആ കുട്ടിയുടെ നിന്ന് വാങ്ങിയെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അത് 19-ാം തീയതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവം വെളിയിൽ വരുന്നത് ഇന്നേ ദിവസമാണ്. ഇതിനു മുന്നേ ഞങ്ങളുടെ വീട്ടില് പല SFI നേതാക്കൾ കയറി ഇറങ്ങി, അതോടൊപ്പം ഡീന് വന്നു. ഞങ്ങൾ അതിന് മരണം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് ശേഷം ഡീനിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നു. ഈ 2 സംഭവങ്ങൾക്ക് ശേഷം മാത്രമാണ് SFI ഈ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതുവരെ കഴിഞ്ഞ ദിവസം DYSP സാർ പറഞ്ഞു SFI ആ പെൺകുട്ടി ഇത്തരത്തിൽ ഒരു പരാതിയും കൊടുത്തിട്ടില്ല എന്ന്. അപ്പൊ ഇത് കോളേജിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ശരി, കോളേജ് നടപടി എടുക്കുന്നു എന്നും പറഞ്ഞു. ഈ പെൺകുട്ടി എന്തടിസ്ഥാനത്തിലാണ് പരാതി കൊടുത്തിട്ടുള്ളത്? ഈ കുട്ടി ആ പരാതിയുടെ ക്രെഡിബിലിറ്റി ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകം നടന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയിൽ നിന്നും പരാതി വാങ്ങി അവർ രജിസ്റ്റർ ചെയ്യുമെന്ന് ആ കോളേജിലെ 2-3 കുട്ടികൾ എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് പെൺവിഷയം ഉണ്ടാക്കി നിങ്ങളെ മാനസികമായി തളർത്താൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും സിദ്ധാർത്ഥന് അറിയുന്നുള്ള ആരും തന്നെ മുഖവിലക്കെടുക്കില്ല. സിദ്ധാർത്ഥന്റെ സുഹൃത്ത് വലയം അത്രയ്ക്ക് വലുതാണ്. ആ കുട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അവനായിട്ട് ഒന്നും ചെയ്യാൻ അങ്ങോട്ട് പോകില്ല. അതോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ കുട്ടിയെ മെഡിക്കൽ പരിശോധന നടത്തണം. ആ കുട്ടി എവിടെയാണ്, എന്താണ് കുട്ടിക്ക് പറ്റിയതെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് അന്വേഷിക്കണം. ആ കുട്ടി ആരാണെന്ന് അറിയിക്കണം. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. ആ കുട്ടി എവിടെയുള്ളയാണെന്ന് മനസ്സിലാക്കണം. ആ കുട്ടിയെ കുറിച്ച് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറയുന്നില്ല. അതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒറ്റ കാര്യം കൂടി SFIയുടെ സജീവ പ്രവർത്തകനാണോ സിദ്ധാർത്ഥൻ? അല്ല, ഒരിക്കലും അല്ല. സജീവ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുടുംബത്തിൽ ആരും സജീവ പ്രവർത്തകരല്ല. അവനും പ്രവർത്തകരല്ല. അവൻ ഫസ്റ്റ് ഇയർ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആയിരുന്നത് കൊണ്ട് സിദ്ധാർത്ഥന് എന്തായാലും SFI യൂണിറ്റ് അംഗങ്ങളുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കും. അത് അവൻ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരുമായിട്ട് പെരുമാറിയിരുന്നത്. ആ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അവനൊരു സജീവ രാഷ്ട്രീയ ചിന്തയില്ല. അവൻ അതൊരു രാഷ്ട്രീയം അല്ലെങ്കിൽ SFI യൂണിറ്റ് അംഗം എന്നുള്ള രീതിയിൽ ഒരിടവും പ്രതിപാദിക്കുന്നില്ല. അവൻ ഇതുവരെ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല. അവന് താല്പര്യമില്ലെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വളരെയധികം നന്ദി ഷിബു. ഇത്രയും സമയം സംസാരിച്ചതിന്, താങ്കൾക്ക് പോകാൻ ചർച്ചയിൽ പങ്കെടുത്തത് നന്ദി. ജിഷ്ണുവിനറിയാമോ എന്താണ് ഈ പരാതിയിലെ ഉള്ളടക്കം എന്ന് താങ്കൾക്കറിയാമോ? മാത്രമല്ല, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ആ ക്യാമ്പസിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ, അതുപോലെ താങ്കൾ
എല്ലാവരും അതിനകത്ത് തന്നെ ഒരു യോഗം ചേർന്നു, ചില തീരുമാനങ്ങളൊക്കെ എടുത്തു എന്നാണ് പുറത്ത് വന്ന വാർത്തകൾ. ആ യോഗം എന്തിനു വേണ്ടിയാണ് ചേർന്നത്? നിങ്ങൾ പറയുന്നു SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു സിദ്ധാർത്ഥൻ എന്ന്, പക്ഷേ വീട്ടുകാർ പറയുകയാണ് അങ്ങനെ യാതൊരു ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുന്നു, സിദ്ധാർത്ഥൻ്റെ അമ്മാവൻ പറയുന്നു. അവരെ അവിശ്വസിക്കണമെന്നാണോ ജിഷ്ണു? ഞാൻ ഇതിനകത്ത് ആദ്യം തന്നെ പറയാം. ഇതിൽ ഈ ചർച്ചയായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ പരാതി എന്ന് പറയുന്നു. ആ പെൺകുട്ടിയെ SFIക്കാരിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. SFI എഴുതി മേടിച്ചു പരാതി, അത് SFI കയ്യിൽ വെക്കുന്നു, എന്നിട്ട് SFI കൊണ്ടുപോയി കൊടുക്കുന്നു. ഇതൊക്കെ പറയുന്നത് ഇതൊന്നും ശരിയായ രീതിയിലല്ല. പെൺകുട്ടി ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ട ചുമതല അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ടുണ്ടാവും, അതിനൊരു റിപ്പോർട്ട് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതിപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഈ കുട്ടികൾ പറയുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. അത് ആ സമയത്ത് അതിനെപ്പറ്റി പറയാമെന്നല്ലാതെ അതിനെപ്പറ്റി നിങ്ങൾ പറയുമ്പോൾ എന്തായാലും നമ്മളറിയുന്നത് ഈ രൂപത്തിലേക്ക് ഇങ്ങനെ ഉണ്ട്, പരാതി ഉണ്ട്, എല്ലാം ഉണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്നുണ്ട്. ആ കുട്ടിയെ പറ്റി അറിയാമെന്നാണ് ഇപ്പോൾ പ്രിയപ്പെട്ട സിദ്ധാർത്ഥൻ്റെ അമ്മാവൻ പറഞ്ഞത്. ആ പെൺകുട്ടിയെ പറ്റി അറിയാം, പെൺകുട്ടിയെ പറ്റി അറിയെങ്കിൽ പറയുക. പെൺകുട്ടിയെ പറ്റി അറിയെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എന്താ വിഷയം എന്നുള്ളത്. ആ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെടണം, അങ്ങനെ വിഷയം ഉണ്ടായിരുന്നോ ചോദിക്കാം. ഇനി പോലീസായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടണം, ചോദിക്കാമല്ലോ അങ്ങനെ പരാതി ഉണ്ടായിരുന്നുള്ളത്. പിന്നീട് ഒരു കാര്യം, കുട്ടിയെ പറ്റി വളരെ മോശമായിട്ട് ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അതിലൊരു വസ്തുത ഉണ്ട്. അതിലൊരു വസ്തുത ഉണ്ടെങ്കിൽ ആ കുട്ടിയെ അങ്ങനെയാണോ പറയേണ്ടത്? അതിലൊരു വസ്തുത ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് നീതി വേണ്ടേ? ആ കുട്ടിക്ക് നീതി ലഭിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു വസ്തുത അതിനകത്തുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അതിൽ വസ്തുത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അത് അന്വേഷിക്കണം. അത് നിർബന്ധമായിട്ടും ആ പരാതി അന്വേഷിക്കണം. അതുകൊണ്ടല്ലേ നമ്മളെപ്പോലുള്ളവർ സംശയിക്കുന്നത് ജിഷ്ണു. ഞാൻ പറയുന്നേക്ക് ഇത് അന്വേഷിക്കണം. 18-ാം തീയതി അത് തന്നെയാണ് ഞാനും പറയുന്നത്. 18-ാം തീയതിയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കണമെന്നേ. എന്തുകൊണ്ട് 18-ാം തീയതി പരാതി കൊടുത്തു എന്ന് അന്വേഷിക്കണം. അത് അന്വേഷിക്കണം തന്നെയാണ് SFI പറയുന്നത്. ആ പെൺകുട്ടിക്ക് ഇനി ഈ രൂപത്തിലേക്ക് നീതി ലഭിക്കേണ്ട പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെങ്കിൽ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം. സിദ്ധാർത്ഥനാണ് നീതി ലഭിക്കണമെങ്കിൽ സിദ്ധാർത്ഥനും നീതി ലഭിക്കണം. അത് കൃത്യതയാണ്. ഈ പറയുന്ന രൂപത്തിലേക്ക് ആ പെൺകുട്ടി ജിഷ്ണു, SFIയുടെ കോടതിയിലാണല്ലോ സാധാരണ ഇത്തരം പരാതികൾ വരുന്നത്. ആ പരാതി നിങ്ങൾ പറയുന്നല്ലേ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ ഒരു രാഷ്ട്രീയ ബന്ധം ഇതിനില്ല, അങ്ങനെ ഒരു കോടതി ഇല്ല, അങ്ങനെ ഒരു തീർപ്പ് കൽപ്പിക്കലില്ല എന്ന് കൃത്യമായിട്ട് DYSP സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, DYSP ചാനലുകൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ ഒരു ഇത് പറയുക എല്ലാം SFI ആണ് ചെയ്യുന്നതെന്ന്? ഇപ്പോൾ സിദ്ധാർത്ഥൻ SFIന്റെ സജീവ പ്രവർത്തകനല്ല എന്ന് പറയുന്ന നിലയുണ്ട്. എല്ലാ കുട്ടികളും അവിടെ വരുമ്പോൾ SFI ആകും. എന്ത് ഞങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയെ അവിടെ യൂണിറ്റ് ഇടാൻ വരുന്ന സംഘടനയെ തടയുന്ന നിലയുണ്ടായിട്ടുണ്ടോ? അങ്ങനെ തടയേണ്ട ആൾ ഞങ്ങൾക്ക് എന്താണ് തടയാനുള്ള അവകാശമുള്ള? SFI എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് മറ്റു വിദ്യാർത്ഥി സംഘടന കടന്നു വരുമ്പോൾ അതിന് തടയാനുള്ള എന്താ അവകാശമുള്ള? ഒരു അവകാശമില്ല. അങ്ങനെ ഒരു സംഘടന വന്നിട്ടുണ്ടെങ്കിൽ തടഞ്ഞത് ഇപ്പോൾ ഇത്ര ചാനൽ സംവിധാനമൊക്കെ ഉണ്ടല്ലോ, ഇത്ര സോഷ്യൽ മീഡിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിയില്ലേ പുറം ലോകം? അങ്ങനെ പുറം ലോകം അറിയാത്തൊരു കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, കൃത്യമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അറിയും. SFI വിദ്യാർത്ഥി സംഘടന അവിടുത്തെ വിദ്യാർത്ഥി വിഷയങ്ങളെ കൃത്യമായിട്ട് സമരങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആ സംഘടനയാണ്. അങ്ങനെയാണ് ആ സംഘടനയുടെ പുറകിൽ ആളുകൾ അണിനിരക്കുന്നത്. അല്ലാതെ ആ സംഘടനയിൽ എന്തോ അരാജകത്വ പ്രവർത്തനങ്ങൾ മൊത്തം നടത്തി അവിടുത്തെ കുട്ടികളെ മുഴുവൻ പേടിപ്പിച്ച് അങ്ങനെയൊന്നും നിർത്തിയിട്ടുള്ളതല്ല. ഏത് സംഘടനയ്ക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി ഉണ്ട്? നിങ്ങൾ പറഞ്ഞു SFI മാത്രമല്ല, യൂണിറ്റ് ഉണ്ട്. അങ്ങനെയുള്ള സംഘടനകൾക്കൊക്കെ അവിടെ യൂണിറ്റ് ഇടാൻ വേണ്ടി കഴിയുന്ന സ്ഥലമല്ലേ? ജിഷ്ണു, 16-ാം തീയതി ക്യാമ്പസിലേക്ക് എത്തുന്ന, അതായത് കൊച്ചിയിൽ നിന്നും ക്യാമ്പസിലേക്ക് എത്തുന്ന സിദ്ധാർത്ഥനെ വളരെ മൃഗീയമായിട്ട് കൈകാര്യം ചെയ്യുകയാണ്, അല്ലെ മർദ്ദിക്കുകയാണ്. പ്രാകൃതമായിട്ടുള്ള മർദ്ദനമുറകൾ, നഗ്നനാക്കി മർദ്ദിക്കുന്നു. ജിഷ്ണു, SFI ആണല്ലോ അവിടെയുള്ള ഏക സംഘടന. 16-ാം തീയതി ഇങ്ങനെ നടന്നു, 17-ാം തീയതി അത് തുടരുന്നു, 18-ാം തീയതി അത് ആ ദുരൂഹമായിട്ടുള്ള മരണത്തിലേക്ക് കലാശിക്കുന്നു. ജിഷ്ണു, ഇത്രയും അവിടെ ആധിപത്യമുള്ളൊരു സംഘടനയുടെ ഒരു പ്രവർത്തകൻ പോലും, താങ്കൾ അവിടുത്തെ SFIയുടെ ജില്ലാ സെക്രട്ടറി ആണല്ലോ, ഒരാൾ പോലും താങ്കളെ പോലും അറിയിച്ചില്ലേ? എനിക്ക് അതിശയമായിട്ട് തോന്നുന്നു. ഞാൻ പറയട്ടെ,
ഇങ്ങനൊരു വിഷയം നടക്കുന്ന സമയത്ത് ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ 3-4 ദിവസം കെട്ടിയിട്ട് മർദ്ദിക്കുന്നു, ഇതൊക്കെ നിങ്ങൾ പറയുന്നതാണ്. ഇതൊന്നും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥനോ അന്വേഷണ ഉദ്യോഗസ്ഥനോ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇത് പറയുന്നത് സിദ്ധാർത്ഥൻ സ്വയം വരുത്തിയതാണോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരിക്കുകളുണ്ട് എന്ന് പറയുന്നു. ഞാൻ ദേഹത്ത് ഇരുമ്പ് വടി കൊണ്ടുള്ള അടിയേറ്റു, അതുപോലെ ബെൽറ്റ് കൊണ്ടുള്ള അടിയേറ്റു. ഇതെല്ലാം സ്വയം ഏൽപ്പിച്ച മുറിവുകളാണോ? സിദ്ധാർത്ഥ സ്വയം ഏൽപ്പിച്ച മുറിവുകളാണോ ഇതൊക്കെ? ഇതൊക്കെ തെളിയേണ്ടത് അന്വേഷണമാണ്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ശിക്ഷിക്കപ്പെടണം തെറ്റുകാരുണ്ടെങ്കിൽ. ജിഷ്ണു ഷാജി പോസ്റ്റ്മോർട്ടം അതാ പറഞ്ഞ, ഇതിൽ കുറ്റക്കാരുണ്ടെങ്കിൽ തെളിയിക്കപ്പെടണം. അല്ലെങ്കിൽ ഇത് മറച്ചു വെച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് SFIയുടെ മുന്നിലേക്ക് ഈ വിഷയം എത്തുന്നത് ഈ പറയുന്ന കോളേജിന്റെ ഉള്ളിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് അറിയുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഇത് അറിയുന്നത്. ആ സമയത്ത് അവിടെ ചെല്ലുക അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് വസ്തുത എന്നുള്ളതൊക്കെ. ആ രൂപത്തിലേക്ക് അവിടെ അന്വേഷിക്കുന്ന നിലയുണ്ട്. അങ്ങനെ അവിടെ കോളേജിന്റെ സസ്പെൻഷൻ ഓർഡർ ലെറ്റർ ഇതിലെ നടപടി എന്നുള്ള രൂപത്തിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് SFI ഇങ്ങനെ സംശയിക്കുന്ന ആളുകളെ, ഈ രൂപത്തിലേക്ക് സംശയമുണ്ടെന്നുള്ള ആളുകളെ കൃത്യമായിട്ട് നടപടി സ്വീകരിച്ചു ഈ സംഘടന. ഇനി അതിൽ കൂടുതൽ എന്താ ചെയ്യാൻ വേണ്ടി കഴിയുക? ഈ ബാക്കിയുള്ള കുട്ടികളുണ്ട്, അവർ ഈ SFIയിൽ ഇല്ല. SFIയിൽ ഇല്ലാത്തവരെ SFI എങ്ങനെയാണ് നടപടി എടുക്കുക? SFI എങ്ങനെയാണ് അവരെ നടപടിയെടുക്കുക? കുറെ പ്രവർത്തകരുണ്ട്, ഈ പറയുന്ന സിദ്ധാർത്ഥൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ഈ സംഘടനയിൽ. നിങ്ങൾ പറയുന്നു എല്ലാം സിദ്ധാർത്ഥൻ ഉൾപ്പെടെയുള്ള ആളുകളെ SFIയുടെ സജീവ പ്രവർത്തനം, SFIന്റെ എല്ലാ പ്രവർത്തനത്തിലും വരുന്ന ആളാണ് സിദ്ധാർത്ഥൻ. എല്ലാ പ്രവർത്തനത്തിലും വരുന്നുണ്ട്. അങ്ങനെ ആരും ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചൊന്നും കൊണ്ടേ നിർത്തിയതൊന്നല്ല. അത് നിങ്ങൾ അവിടെ പരിശോധിക്കണം. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ പറഞ്ഞു കോളേജിലെ കുട്ടികൾ വിളിച്ചു പറയുന്നുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ കോളേജിലേക്ക് ചെന്ന് കോളേജിലെ കുട്ടികളുടെ അഭിപ്രായം ആരാഞ്ഞൂടെ? നിങ്ങൾക്കും കോളേജിലേക്ക് ചെല്ലാൻ വേണ്ടി കഴിയുന്നതല്ലേ? അല്ല, ആ രാവണൻ കോട്ടയിൽ പുറത്തു നിന്ന് ആർക്കും പ്രവേശനമില്ല. അവിടെ ആരൊക്കെ വരുന്നു ആരൊക്കെ പോകുന്നു അവരൊക്കെ SFIയുടെ നിരീക്ഷണത്തിലാണ്. അപ്പോൾ ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും അങ്ങോട്ട് വരുമോ ജിഷ്ണു? മാത്രമല്ല ജിഷ്ണു, ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ട് ജിഷ്ണു ഒറ്റ മിനിറ്റ്, ഇത്രയും വലിയൊരു ക്രൂരകൃത്യം അവിടെ നടന്നിട്ട് SFIയുടെ ജില്ലാ സെക്രട്ടറിയായ ജിഷ്ണു പോലും അറിഞ്ഞില്ലാന്ന് താങ്കൾ തന്നെ പറയാണല്ലോ. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട്. ജിഷ്ണു കള്ളം പറഞ്ഞോ? താങ്കൾ കള്ളം പറഞ്ഞോ? പക്ഷേ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ അവർക്കൊന്നും ഇത് കൺവിൻസ്ഡ് ആവുന്നില്ല, അവർക്കൊന്നും ഇത് ബോധ്യപ്പെടില്ല. ജിഷ്ണു, SFIനെ നിങ്ങളാണ് ബന്ധപ്പെടുത്തിയത്, നിങ്ങളാണ് SFIനെ ബന്ധപ്പെടുത്തുന്നത്. SFIനെ വേറെ ആരല്ല ബന്ധപ്പെടുത്തുന്നത്. നിങ്ങളാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SFI എന്ന്. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അങ്ങനത്തെ അഭിപ്രായം ഉണ്ടോ? എടുക്കണം. SFI ആണ് അങ്ങനെ ചെയ്തതെന്നുള്ളത് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അഭിപ്രായം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇപ്പൊ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആരാ? ഒന്നാം പ്രതി ആരാ? അരുൺ കെ ആരാ? നിങ്ങളാണ് വിദ്യാർത്ഥികൾ അതിനെ ഞാൻ പറയുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അതിൽ SFI സ്പെസിഫൈ ചെയ്ത് SFI തീരുമാനിച്ചെടുത്ത വിഷയമാണെന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ SFIക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കർശനമായിട്ടുള്ള നടപടി. ഈ അരുൺ ആരാണ്? ഒന്നാം പ്രതി അരുൺ ആരാണ്? അത് പറ. SFIക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അതല്ല കേൾക്കേണ്ടത്, ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അരുൺ ആരാണ്? 45 അംഗങ്ങളുള്ള അരുൺ ആരാണ്? 45 അംഗങ്ങളുള്ളത്. അരുൺ ആരാണ്? അതില് ഞാൻ പറയുന്നത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. യൂണിയൻ സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡന്റ് യൂണിയൻ പ്രസിഡന്റാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത യൂണിയൻ പ്രസിഡന്റാണ്. ഒന്നാം പ്രതി ആക്കണമെങ്കിൽ അയാളുടെ കാർമ്മികത്വത്തിലാണല്ലോ ഇതൊക്കെ വരുന്ന സമയത്ത് അവരെ മാറ്റി ഇതൊക്കെ നടന്നിരുന്നത് അയാളുടെ കാർമ്മികത്വത്തിലാണല്ലോ. ഞാൻ പറയുന്നത് കേൾക്കൂ, അവരുടെ പേരിൽ മുമ്പ് ക്രിമിനൽ കേസുകൾ ഉണ്ടോ? അവരുടെ ധാർമ്മികത്വത്തിൽ നിങ്ങൾ എങ്ങനെ അറിയുന്നത്? അവരുടെ നേതൃത്വത്തിലാണ് നടന്നത്. അവരും വിദ്യാർത്ഥികൾ തന്നെയല്ലേ? അവിടുത്തെ ആകമാനം നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുന്ന ആളുകളാണ് അവര്, അല്ലല്ലോ. അങ്ങനെ നിങ്ങൾ അതിനെ കാണരുത്. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അവിടുത്തെ ഉണ്ടായ വിഷയങ്ങളാണ്. അതിൽ SFIനെ വലിച്ചിടുന്നത് നിങ്ങൾ മാധ്യമങ്ങളാണ്. SFI അറിഞ്ഞുകൊണ്ടോ SFIയുടെ സംഘടനാ തീരുമാനമായിട്ടാണ് ഇത് നടപ്പിലാക്കിയെന്ന് അത് ശരിയല്ല. അത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ SFI അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയെന്ന് എങ്ങനെ, ഏതിന്റെ അടിസ്ഥാനത്തിൽ പറയാം? SFIയിൽ 4 പേര്, ബാക്കിയുള്ള ആളുകളൊപ്പം. അപ്പൊ ബാക്കിയുള്ള ആളുകൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്? ഇതിൽ ബാക്കി പ്രതികരണം ഇനിയും ആളുകൾ വരാണ്ട് 7 പേര് വരാനുണ്ടെന്ന് ഇപ്പൊ പറയുന്നത് കേട്ടു.
നിങ്ങൾ അതിന്റെയൊക്കെ ഏത് അടിസ്ഥാനത്തിലാണ് പറയാൻ വേണ്ടി ഈ കണ്ട 150 പേര് പ്രതികളാണ്. മാത്രമല്ല SFI സംഘടന പ്രതികൾ അവിടെ അംഗീകരിക്കാൻ വേണ്ടി എല്ലാവരും പ്രതികളാണ്. ഞാൻ പറയുന്നത് ഈ 18 പേരിലൊന്നും ഒതുക്കാൻ പറ്റില്ല. കാര്യങ്ങളല്ല അവിടെ നടന്നിട്ടുള്ളത്. അതിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാക്കണം, അന്വേഷണം നടക്കണം, വസ്തുതാപരമായിട്ടുള്ള അന്വേഷണം നടക്കണം. ആ പെൺകുട്ടിയുടെ ഉൾപ്പെടെ പരാതി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ പരാതിയും പരിശോധിക്കണം. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വരട്ടെ, പുറത്തോട്ട് വരട്ടെ. ആര് വേണമെങ്കിലും വന്ന് അന്വേഷിച്ചോട്ടെ, ഒരു തടസ്സമില്ല. ആര് വേണമെങ്കിലും വന്ന് അന്വേഷിച്ചോട്ടെ. ഈ പോലീസ് അന്വേഷിച്ചാൽ താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പക്ഷേ റിസൾട്ട് ഉണ്ടായേക്കാം. പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഒക്കെ ഉദ്ദേശിക്കുന്നത് പോലുള്ള ഒരു റിസൾട്ട്, ഞങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹം, ഇത് കാണുന്നവർ, പ്രേക്ഷകർ, അവരുടെ മനസ്സിലൊക്കെ ഒരു ചിത്രമുണ്ട്. അതുപോലുള്ള ഒരു റിസൾട്ട്, അവർ ഉദ്ദേശിക്കുന്നത് പോലുള്ള ഒരു റിസൾട്ട് ഈ അന്വേഷണത്തിൽ കിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഈ ഘട്ടത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നത്. ഷാജഹാൻ, SFIയെ നമ്മളൊക്കെ സംശയിച്ചു. പരിശുദ്ധന്മാരുടെ സംഘടനയായിട്ടുള്ള SFIക്ക് ഇതിലൊരു പങ്കുമില്ല. SFIയെ എങ്ങനെ നിങ്ങൾ ഇതിലേക്ക് വലിച്ചഴച്ചു എന്നാണ് SFIയുടെ വയനാട് ജില്ലാ സെക്രട്ടറി ജിഷ്ണു ഷാജി ചോദിച്ചിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞാലേ ഇതിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഞാൻ വല്ലതും പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ ആ വാക്ക് പറഞ്ഞ ആ വാക്കുകൾ ഞാൻ ഇനി ഉപയോഗിക്കുന്നില്ല. പറയൂ. എൻ്റെ ഒരു എനിക്കൊരു ഗതികേടായിട്ട് തോന്നുന്നുണ്ടെന്നറിയോ? ഒരു ചെറുപ്പക്കാരനെ, നല്ല കഴിവുള്ളൊരു ചെറുപ്പക്കാരൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പ്രതികരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ വല്ലാതെ മനോവ്യഥ ഉണ്ടാക്കും നമുക്ക്. ആ ചെറുപ്പക്കാരനെ ഒരു 100-150 ആളുകളുടെ മുമ്പിൽ വെച്ച് മർദ്ദിച്ച് കൊന്ന് ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ 13 മുറിവുകളുണ്ടെന്ന് SFIയുടെ വയനാട് ജില്ലാ സെക്രട്ടറി കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 13 മുറിവുകളുണ്ടെന്ന്. അവസാനത്തെ സെൻറ്റൻസ് ഞാൻ വായിക്കുകയും ചെയ്തതാണ്. 2-3 ദിവസം പഴക്കമുള്ള ആക്രമണത്തിൻ്റെ ലക്ഷണങ്ങളും ഇതിനകത്തുണ്ടെന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതാണ്. അപ്പം 13 മുറിവുകളുണ്ടെന്ന് പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അവിടെ ജോർജ് ജോസഫ് പറഞ്ഞു 3 ദിവസമായിട്ട് ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല, വയറ്റിലൊന്നും ഒരു ഭക്ഷണം ഒന്നുമില്ല. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. എന്ന് മാത്രമല്ല, ജോർജ് ജോസഫ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? 3 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാത്തൊരു മനുഷ്യൻ എങ്ങനെയാണ് തൂങ്ങിച്ചാകാൻ പറ്റുന്ന SFI നേതാവേ എന്ന് പറഞ്ഞ് 3 ദിവസമായിട്ട് വയറ്റിൽ ഭക്ഷണമില്ല. ആ ഭക്ഷണം ഇല്ലാത്ത ആൾ തൂങ്ങിച്ചെത്തുന്നു. ഭക്ഷണം ഇല്ലാത്ത മാത്രമല്ല ചവിട്ടിക്കൂട്ടിയിട്ടിരിക്കുകയല്ലേ. ആലോചിച്ച് നോക്ക് നിങ്ങൾ SFI ആകുന്നതിന് മുമ്പ് നിങ്ങൾ മജ്ജമാംസമുള്ള മനുഷ്യന്മാരല്ലേ നേതാവേ? ഒന്നും വായിച്ച് നോക്കണ്ടേ ഇതൊക്കെ? എന്നിട്ട് വേണ്ട ഇങ്ങനെയൊക്കെ നിങ്ങൾ പൊതുമണ്ഡലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആളുകൾ നിങ്ങളെ വല്ലാതെ പുച്ഛിക്കും. നാളെ കഴിഞ്ഞൊക്കെ പ്രവർത്തിക്കാനുള്ള. ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയമില്ലാത്തതുള്ളൂ. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് മുഴുവൻ പറയുന്നുണ്ട്. 13 മുറിവുകൾ. ജോർജ് ജോസഫ് പറയുന്ന പോലെ എഴുന്നേറ്റ് നിൽക്കാൻ പാലാത്തവന് പോയി തൂങ്ങിച്ചാവാൻ പറ്റുമോ? അവൻ്റെ ശരീരത്തിൽ 13 മുറിവുകളുണ്ട്. അയാളെ അതിഭീകരമായി നിങ്ങൾ രോഹിത് വെമൂലയെ കുറിച്ചിട്ട് ഇവിടെ വലിയ സമരം നടത്തിയ ആളുകളാണ് SFI നേതാക്കന്മാർ. രോഹിത് വെമൂല ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പിന്നോക്കക്കാരൻ പയ്യൻ ആത്മഹത്യ ചെയ്തപ്പോൾ എന്തൊക്കെ ഇവിടെ കിടന്നുകൊണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, എനിക്ക് സമയമില്ല. കാരണം ഒരുപാട് കാര്യം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്, എല്ലാം പറയാൻ സമയമില്ല. അങ്ങനെ കൊന്ന ഒരു മനുഷ്യനെതിരെ, ഒരു ചെറുപ്പക്കാരനെതിരെ ഒരു വനിത അയാൾ മരിച്ചു കഴിഞ്ഞ് കൊണ്ടുപോയി പരാതി കൊടുത്തിരിക്കുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയുന്ന എൻ്റെ നേതാവേ, 2 കൈയും നീട്ടി തൊഴുകാണ് കേട്ടോ. കാരണം ഒരു കൈ ഉണ്ടായിരുന്നേ അതും കൂടെ വെച്ചിട്ട് ഞാൻ ഈ നേതാവിനെ തൊഴുതേനെ. അന്വേഷിക്കണം. പിന്നെ അന്വേഷിക്കണം. ഞാൻ പറഞ്ഞ അന്വേഷിക്കുക മാത്രമല്ല, ഈ പെൺകുട്ടി കൊടുത്ത പരാതി, നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞപ്പോ ഞാൻ എന്തെങ്കിലും മറുപടി പറഞ്ഞോ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പെൺകുട്ടിയുടെ നീതി നിഷേധത്തിന് വേണ്ടി, അതായത് ഈ പെൺകുട്ടിയുടെ നീതി കളഞ്ഞല്ലോ, നാളെ ഒരു പ്രക്ഷോഭം. അതുകൊണ്ട് PM മാർഷോയുടെ നേതൃത്വത്തിൽ SFI പൂക്കോട് വെറ്റിനറി സർവകലാശാലയ്ക്ക് മുമ്പ് നാളെ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ പെൺകുട്ടിയുടെ നീതി അങ്ങ് നിഷേധിച്ചു കളഞ്ഞല്ലോ. എൻ്റെ പൊന്നു നേതാവേ, ഈ പയ്യൻ മരിച്ചുപോയി നേതാവേ. നിങ്ങൾക്കും അച്ഛനും അമ്മയും ഉണ്ട് നേതാവേ. ആ പെൺകുട്ടിയുടെ അച്ഛനമ്മ ഇരുന്ന് കരയുന്ന നിങ്ങളൊന്ന് കാണണം. എന്നിട്ട് നിങ്ങൾ SFI ഇല്ല. ആരാണ് 4 പ്രതികൾ? അതിൽ യൂണിറ്റ് പ്രസിഡന്റ് ആരാണ്? യൂണിറ്റ് പ്രസിഡന്റ് SFI അല്ലേ? അയാളുടെ നേതൃത്വത്തിലല്ലേ ഇത് നടന്നത്?
വന്നത്. എന്നിട്ട് ഉളുപ്പില്ലാതെ ലജ്ജയില്ലാതെ നിങ്ങളിരിക്കുന്ന കസേരയിൽ പണ്ട് തോമസ് ഐസക്കും CP ജോണും സുരേഷ് കുറുപ്പിനെ പോലെയൊക്കെയുള്ള മഹാന്മാർ ഇരുന്നിട്ടുള്ള കസേരയിലാണ് ഈ SFI നേതാവ് ഒന്നിപ്പം ഞെളിഞ്ഞിങ്ങനെ ഇരുന്നിട്ട് കൊല്ലാക്കൊല ചെയ്തതിനെ ന്യായീകരിക്കുന്നത്. കഷ്ടം തന്നെ. ഇതൊന്ന് വായിക്കണം നിങ്ങൾ. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് വായിക്കണം. ചവിട്ടിക്കൂട്ടും. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ SFI ഏതാണ്ട് ഹരിചന്ദ്രന്മാരുടെ സംഘടനയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ മാത്രമുള്ളിടത്ത് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? അത് മാധ്യമങ്ങൾ കണ്ടില്ല. യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട് തിരുവനന്തപുരത്ത്, യൂണിവേഴ്സിറ്റി കോളേജ്. അവിടെ നിങ്ങളുടെ സഹോദര സംഘടന, ഞാൻ ഈ വെള്ളം കുടിച്ചിട്ട് പറയാം കേട്ടോ മറുപടി. അവിടെ നിങ്ങളുടെ സഹോദര സംഘടനയായിട്ടുള്ള AISFന്റെ ഒരു ചെറുപ്പക്കാരൻ നോമിനേഷൻ കൊടുത്തു. അവനെ നിങ്ങൾ SFIക്കാര് ഹരിചന്ദ്രന്മാര്, വലിയ ഹരിചന്ദ്രന്മാര് ചെയ്തെന്താണെന്നറിയാവോ? അവനെ തുണി പറിച്ച് കോളേജിൽ കൂടെ നടത്തി. അറിയാവോ? SFI നേതാവേ, നിങ്ങളുടെ സഹോദര സംഘടന AISF, അല്ലാതെ കോൺഗ്രസും BJP ഒന്നുമല്ല. അവന്റെ തുണി പറിച്ച് മുണ്ടുരിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിൽ കൂടെ നടത്തി. നിങ്ങളുടെ SFIയുടെ ചേട്ടന്മാർ ചോദിച്ചാൽ ഒന്ന് ഞാൻ ഇടപെട്ടെ. ഒറ്റ കാര്യം, എൻ്റെ കയ്യിലൊരു FIR ഉണ്ട്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ 3/12/2019 രജിസ്റ്റർ ചെയ്ത FIR ആണ്. ആ FIRലെ 1-ാം പ്രതി ആരാണെന്ന് അറിയാമോ? ആർഷോം. എന്താ കുറ്റം എന്നറിയാമോ? എറണാകുളം MG റോഡിലെ മെട്രോ പില്ലർ നമ്പർ 707 എതിർവശത്തുള്ള കടയുടെ മുന്നിൽ വെച്ചും തുടർന്ന് ബൈക്കിൽ ബലമായി കയറ്റി എറണാകുളം ലോ കോളേജ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഒരു റൂമിൽ അന്യായ തടങ്കലിലും വെച്ച് 1-ാം പ്രതി, അതായത് ആർഷോ, SFIയുടെ സംസ്ഥാന സെക്രട്ടറി, കമ്പി വടി കൊണ്ട് തലക്ക് അടിച്ചും 2, 3, 4 പ്രതികൾ കൈകൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മർദ്ദിച്ചും കൃത്യത്തിന് പരസ്പരം ഉത്സാഹികളും സഹായകമായി 2019 പിണറായി സർക്കാരിന്റെ കമ്പി വടി കൊണ്ട് അടിച്ച ഈ ആർഷോ ആണ് അവിടെ പോയി വയനാട് പൂക്കോട് ക്യാമ്പസിൽ പോയിട്ട് ഇവരെയൊക്കെ ഉത്ബോധിപ്പിക്കുന്ന അദ്ദേഹമാണ്. കഴിഞ്ഞ 3 ദിവസമായി അവിടെ ക്യാമ്പ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ഹരിചന്ദ്രന്മാര്, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഈ പരാതി കൊടുത്ത സ്ത്രീയുടെ നീതി നിഷേധത്തിനെതിരായി കഴിയുമെങ്കിൽ കുറെ വനിതകളെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സമരം തുടങ്ങണം എന്നാണ് എനിക്ക് ഈ ഹരിചന്ദ്രന്മാരായിട്ടുള്ള SFIക്കാരോട് പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞോളാം. അത് ജോർജ് ജോസഫ് പറഞ്ഞതിനോടുള്ള എൻ്റെ ഒരു പ്രതികരണമാണ്. ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ്, ഞാൻ ഒരു കാര്യം പറയാം. ഇത് നിങ്ങൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം എന്നൊന്നും പറഞ്ഞ ആളുകളെ ഇങ്ങനെ പരിഹസിക്കരുത്. സത്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ എന്ത് വരുമെന്നാണ് ജോർജ് ജോസഫ് പറയുന്നത്? ഒരു പുല്ലും വരില്ല. ജോർജ് ജോസഫ് ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യം അന്വേഷിക്കണം. CK ശശീന്ദ്രൻ എന്ന് പറഞ്ഞ് ചെരുപ്പിടാതെ നടക്കുന്ന ഒരു MLA ഉണ്ട്, മുൻ MLA ഉണ്ട് അവിടെ. ആ MLA DYSPയെ ഭീഷണിപ്പെടുത്തിയെന്ന് രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് CK ശശീന്ദ്രൻ മറുപടി പറയണം, DYSPയെ. അതുപോലെ തന്നെ TP സെൻകുമാർ പറയുന്നത് ഞാൻ കേട്ടു. TP സെൻകുമാർ പറഞ്ഞു, കീഴ്ത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ചെയ്യുന്നത് മനസ്സിലാക്കാം. പക്ഷേ IPS കിട്ടിയ കുറേ അവന്മാർ അതിൻ്റെ മുകളിലിരിപ്പുണ്ടല്ലോ, അവന്മാരെന്തിനാണ് ഈ കാല് നിൽക്കുന്നതെന്ന് TP സെൻകുമാർ ചോദിക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് ദേവി ഈ ജോർജ് ജോസഫിനെ പോലെയൊക്കെയുള്ള വിശ്വാസ്യതയുള്ള റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആവേശഭരിതരാവരുത്. കാരണം ജോർജ് ജോസഫ് മനസ്സിലാക്കേണ്ടത്, ഈ ക്രൈംബ്രാഞ്ച് P ശശിയുടെ കീഴിലാണ് ജോർജ് ജോസഫ് പ്രവർത്തിക്കുന്നത്. ഈ ക്രൈംബ്രാഞ്ച് പിണറായി വിജയന്റെ കീഴിലാണ് ജോർജ് ജോസഫ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ സിദ്ധാർത്ഥന്റെ അച്ഛനോടും അമ്മാവനോടും പറയാനുള്ളത്, ഏറ്റവും അടിയന്തരമായി കഴിയുമെങ്കിൽ നാളെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോകണം. ഈ കാര്യങ്ങളും ഈ ഹരിചന്ദ്രന്മാരായിട്ടുള്ള SFIക്കാർ നടത്തുന്ന ജനാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ സിദ്ധാർത്ഥന്റെ അച്ഛനും ഷാജഹാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അന്വേഷണം വളരെ ഊർജിതമായി നടക്കുകയാണ്, ഇത്ര പ്രതികളെ നമ്മൾ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ അന്വേഷണം പൂർത്തിയാവട്ടെ എന്നല്ലേ കോടതി പറയുന്നത്? ഏർലി സ്റ്റേജ് ആണെന്ന് പറയും. ഒരിക്കലും കോടതി പറയില്ല. കാരണം TP ചന്ദ്രശേഖരന്റെ കേസിൽ ഒരു വിധി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് ഡബിൾ ജീവപര്യന്തമാണ്. അതുകൊണ്ട് ഇപ്പോൾ കോടതിക്ക് ഒരു മാറ്റമുണ്ട്. ആ മാറ്റം നമ്മൾ കാണാതിരിക്കരുത്. ഈ ഹരിചന്ദ്രന്മാരുടെ പാർട്ടിയാണ് B രാമൻപിള്ള, മറ്റേ ക്രിമിനൽ വക്കീൽ. അയാൾ വാദിച്ചു കുടിസുനിക്ക് വേണ്ടി. കുടിസുനിക്കിന് 8 വർഷം പരോളില്ലാതെ ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അടിയന്തരമായി ഈ ഹരിചന്ദ്രന്മാരുടെ പ്രവർത്തനങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട്, കാരണം ജഡ്ജിമാരും ഈ ഹരിചന്ദ്രന്മാരുടെ പ്രവർത്തനം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഹരിചന്ദ്രന്മാർ യൂണിവേഴ്സിറ്റി കോളേജിൽ ചെയ്യുന്നത്, ഇവരുടെ SFI ഇവരുടെ നേതാവ് PM മാർഷോ, ഈ PM മാർഷോ ഒരു പിന്നോക്കക്കാരി
AISF നേതാവിനെ വിളിച്ചെന്താന്ന് അറിയാവോ? നേതാവ് ഒറ്റ മിനിറ്റ് പെലച്ചി എന്നാണ് വിളിച്ച. പെലച്ചി എന്നറിയാവോ നിങ്ങൾക്ക്? മനോവ്യഥയുണ്ടെന്ന് പറയുമ്പം അവരൊരു മനുഷ്യ സ്ത്രീയാണ്. അറിയാവോ നിങ്ങൾക്ക്? അതെല്ലാം ചവിട്ടുന്നെല്ലാം ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. 42 കേസുള്ള നിങ്ങളുടെ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് ഇത് ചെയ്യും. കാരണം മുകളിലിരിക്കുന്നത് നേരത്തെ പറഞ്ഞ വധശ്രമ കേസിലെ പ്രതിയാ. വധശ്രമ കേസിൽ FIR ഇട്ടത് ഉമ്മൻചാണ്ടി സർക്കാരല്ല, പിണറായി സർക്കാരാണ്. അതുകൊണ്ട് എനിക്ക് വളരെ സ്നേഹ ബഹുമാനത്തോടു കൂടി ഈ മരിച്ചുപോയ സിദ്ധാർത്ഥിനെ കുറിച്ച് പറയുന്നത് ഞാൻ കണ്ടു. കരഞ്ഞു പോകും. കണ്ണിൽ എന്തെങ്കിലും ഒരു മനസ്സാക്ഷിയുള്ള മനസ്സാക്ഷിയുള്ള അവരവരുടെ മകനെ കുറിച്ച് പറയുന്നത് അവരുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള അർത്ഥത്തിലാണ്. അതിനാണ് അവർ പറയാണ്. സത്യം പറഞ്ഞാൽ സഹിക്കുന്നില്ല. അവർ പറയാണ് സിദ്ധു എന്ന് ഞാൻ വിളിച്ചാൽ അവൻ ഓടി വരുമെന്ന്. അറിയാവോ നിങ്ങൾക്ക്? എൻ്റെ മകന്റെ പേര് സിദ്ധു എന്നാണ്. അറിയാവോ നിങ്ങൾക്ക്? കുറെ ഹരിചന്ദ്രന്മാർ ഇറങ്ങിയിരിക്കുന്നു ഈ രാജ്യത്ത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് സംസാരിക്കാൻ വയ്യ. കാരണം എൻ്റെ മകനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മകനും സിദ്ധു എന്നാണ് ഞാൻ വീട്ടിൽ വിളിക്കുന്നത്. അറിയാമോ നിങ്ങൾക്ക്? എന്നിട്ട് വന്നിരുന്ന് എൻ്റെ വായിൽ വരുന്ന വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടിയുടെ അച്ഛനോടും അമ്മാവനോടും പറയാനുള്ളത് അടിയന്തരമായി പോയില്ലെങ്കിൽ ഈ ഞാൻ VS-ന്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. ഈ നരാധമന്മാർ ഈ കേസ് അട്ടിമറിക്കും. ഇവന്മാരെ എല്ലാവരെയും രക്ഷപ്പെടുത്തും. ഇവന്മാരെ അടുത്ത സിദ്ധാർത്ഥിനെ അന്വേഷിച്ച് കൊലക്കത്തിയുമായി ഇവന്മാർ പോകും. എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിക്കുക. ഒറ്റ സെന്റൻസ്. ഇത്രയും നിഷ്ഠൂരവും നീചവുമായിട്ടുള്ള ഒരു പ്രവൃത്തി ഇവിടെ നടന്നിട്ട് എവിടെയാണ് ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ BJP-യും? എവിടെയാണ് കോൺഗ്രസും BJP-യും? കേരളം കത്തണ്ട. ഇത് UDF ഭരിച്ചപ്പോഴാണ് ഇതുപോലൊരു സാധനം നടന്നിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മരണം വരെ ഇതിൻ്റെ കൂടെ നിന്ന് പോരാടി ഞാൻ ഒറ്റ വാക്കും കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഞാൻ ആലപ്പുഴ പാർലമെന്റ് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുകയാണ്. ആ മത്സരിക്കുന്നത് ഇതുപോലുള്ള പോരാട്ടങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആലപ്പുഴയിലെ സമ്മതിദായകർ എന്നെ പിന്തുണക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒത്തുതീർപ്പിനും കൂട്ടിക്കൊടുപ്പിനും ഇതുപോലുള്ള വൃത്തികേടുകൾക്ക് ഞാൻ നിൽക്കില്ല എന്നത് മാത്രമാണ് എനിക്ക് ഉറപ്പ് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഹരിചന്ദ്രന്മാരെ നമ്മൾ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അടുത്ത സിദ്ധാർത്ഥിന്റെ പുറകെ, അല്ലെങ്കിൽ സിദ്ധാർത്ഥിലെ വേറെ ചിലപ്പോൾ അനിൽ നമ്പ്യാരായിരിക്കും, ഷാജാനായിരിക്കും, അവന്മാരുടെ പുറകെ ഇവന്മാർ പോയി അവന്മാരെ വീണ്ടും കൊന്നതിന് ശേഷം ഇയാളുടെ അനിയൻ നാളെ ഒരു SFI-കാരനായിട്ടുള്ള ഇയാളുടെ പേരെന്താ? ജിഷ്ണു എന്ന് പറയുമ്പോൾ എനിക്ക് വേറൊരാളുടെ ഓർമ്മ വരുന്നുണ്ട്. 2017 ഒരു ജിഷ്ണു പ്രണോയ്. ആ ജിഷ്ണു പ്രണോയെ അന്ന് ഇതുപോലൊരു കോളേജിലിട്ട് ചവിട്ടിക്കൊന്നപ്പോൾ അയാളുടെ അമ്മ മഹിജ അവിടെ സത്യാഗ്രഹത്തിന് വന്നു. ഞാനവിടെ കാണാൻ പോയി. ഈ ഹരിചന്ദ്രന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നെ പിടിച്ച് 8 ദിവസം ജയിലിട്ട് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നാളെ വേറൊരുത്തരും ഇതുപോലെ മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ജിഷ്ണുവിന്റെ അനിയൻ വന്ന് ഇതുപോലെ ഇരുന്ന് ന്യായീകരിക്കും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള ആളുകൾ വരുമ്പോൾ എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ തന്നെ താല്പര്യമില്ല എന്നാണ് എനിക്ക്. വേറെ SFI-കാർ മരണപ്പെട്ടപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഈ ന്യായീകരണം. തീരുന്നില്ല. ഇതാണ് താലിബാനിസം. ഇത് തന്നെയാണ് താലിബാനിസം. പൊതുസമൂഹം പ്രതികരിക്കുക. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.